കൂടെ അത് ബാക്കിലേക്ക് സെറ്റ് ചെയ്യാണ്. Is a very multifaceted, multi-talented, vibrant personality. What happens 5 years, 10 years down the line, I can't say. All I can say is that if you don't upgrade your skills, you will become irrelevant. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു വ്ലോഗ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്തായാലും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോളേജിന് ഞങ്ങൾക്ക് ഇന്നൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നില്ല. ഞങ്ങളുടെ മാരോയുടെ മിഡ് സോൺ കൗൺസിലറായിട്ടുള്ള സച്ചിൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ സർജൻ നമ്മളുടെ കോളേജിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. സാറ് മാരോയിൽ സർജറിയുടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. PG പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെ ഇടയിൽ സാറ് ഭയങ്കര പോപ്പുലറാണ്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടോഗ്രാഫൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ആ കോളേജിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ലേറ്റായി. ഒന്നാമത്തെ കാര്യം ക്ലാസ്സിലൊക്കെ സ്ട്രെങ്ത് കുറവാണ് കേട്ടോ. ഭൂരിഭാഗം സ്റ്റുഡൻസും വീട്ടിൽ പോയില്ലേ, ഞാൻ പറഞ്ഞില്ലേ. നാളെ മുതൽ ലീവ് ആയതുകൊണ്ട് കുറേ പേര് ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്തിരി സ്പീഡിൽ പോവാം. ബാച്ചിന് യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ ലീവാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ ഒന്നാമതേ ഒരു ശോകമുഖതയാണ്, ആരുമില്ല. കോളേജിലെത്തി ഗൈസ്. അപ്പം ഞങ്ങൾക്ക് 8 9 എന്ന റേഡിയോളജിയാണ് കേട്ടോ. ആ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാൻ. സാറിൻ്റെ സെഷൻ വരുന്നത് 12 to 1 ആണേ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ. ഭൂരിഭാഗം പേരും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയി ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇത്രയും പേരെങ്കിലും ഇവിടെ നിൽക്കുന്നതിൽ ഭൂരിഭാഗം പേരും സാറിൻ്റെ ക്ലാസ് ഉള്ളത് കൊണ്ട് പോവാതെ നിൽക്കുന്നവരാണ് കേട്ടോ. ഞാനടക്കം ഉള്ളവർ അല്ലായിരുന്നെങ്കിൽ പോവായിരുന്നു. അപ്പോൾ ഗൈസ്, ക്ലാസ് കഴിഞ്ഞു കേട്ടോ. 9 to 10 ക്ലാസ് ക്യാൻസലായി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പോസ്റ്റിങ്ങേ ഉള്ളൂ 10:30. അപ്പോൾ ഗൈസ്, നേരത്തെ കഴിഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ സ്ക്രീൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അത് ബാക്കിലേക്ക് സെറ്റ് ചെയ്യാണ്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിയാത്തത് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞെല്ലാം ഫ്രീ ആയി നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൈക്ക് ടെസ്റ്റിംഗ് ഗൈസ്. സാഗറെ, മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചേ. അപ്പോൾ ഗൈസ്, ഇതുവരെ ആരാ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അഭിഷേക് പറയും ഇന്ന് ആരാണ് വരുന്നതെന്നുള്ളത്. സോ നമ്മുടെ ഇപ്പോൾ സ്നിംസിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ മാരോൻ്റെ ഏറ്റവും എസ്റ്റീംഡായ ഫാക്കൽറ്റി ഡോക്ടർ രോഹൻ കണ്ടീൽവാൾ സാറാണ്. സാർ എപ്പോഴും പറയുന്ന ഒരു ഇൻസ്പിറേഷണൽ കോട്ടുണ്ട്, ദാറ്റ് ദി മൈൻഡ് ക്യാൻ ഓൺലി നോ വാട്ട് ദി ഐ കൻ സീ. ആൻഡ് ഈ ഒരു കോട്ടാണ് എനിക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു എയിമിലേക്ക് എത്തിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നത്. ബിക്കോസ് ആസ് ഡോക്ടേഴ്സ് വി നീഡ് ടു ബി നോളജബിൾ ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് അവർ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് ആ ഒരു കാര്യം വ്യക്തമായി സാറിൻ്റെ ലെക്ചേഴ്സ് കൂടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, sir is a very multifaceted, multi-talented, vibrant personality. He is a swimmer, he is a cyclist, he is a cricket player, he is an entrepreneur, he is an activist, and he is a very popular individual in social media. So extremely excited to meet sir, and I can't wait for this opportunity. Let's see how this goes. ഗൈസ്, അഭിഷേക് ക്വസ്റ്റ്യനെയറൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബൊക്കെ മേടിക്കാൻ ഇറങ്ങി. ഇവിടെ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ടേബിൾ ക്ലോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ബാക്കി സംഭവങ്ങൾ ബൊക്കെയൊക്കെ മേടിച്ച് സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ആ ബൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്.
ഞങ്ങളിതാ ബൊക്കെയൊക്കെ മേടിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ ഗൈസ് സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സാറ് വന്നിട്ടുണ്ട് കേട്ടോ. സാറ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോഴത്തേക്കും ഇപ്പോൾ സാറ് എന്താണ്, നമ്മൾ ഏത് കോളേജസിൽ പഠിച്ചാലും നമ്മൾ പഠിക്കുന്നതിനകത്താണ് ഇമ്പോർട്ടൻസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. At the end of the day, the decision making lies with the doctor. Even in radiology, there are AI systems which are generating reports, but at the end of the day, the doctor has to sign it out. So it's their credibility on the line. But you never know in future what happens. I mean, we can't just say that things will not change at all. So there is a company whom I work with closely. It's a friend, and they book surgeries online or help people go to a doctor for a particular surgery. So they fired their entire call center staff. Their entire call center is AI driven now. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ജോസഫ് സാറ് ഞങ്ങളുടെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ് കേട്ടോ. അപ്പോൾ സാറിൻ്റെ കൂടെ ഞങ്ങളുടെ സർജറിയിൽ HOD ആയിട്ടുള്ള പ്രസാദ് സാറും വന്നിട്ടുണ്ടായിരുന്നു. Pleasure to meet you, sir. Yeah, we already. I know. I checked you out. You've done your MRCS also. I've done my I've done my MRCS, FRCS, AFRCS. So Great. Like, I'm here with them as a problem. That's great, Good. sir. I think we would They have good people guiding them. I was just discussing them. spend your time. But I guess are we supposed to start at 12? Yeah. Yes, to start. We're ready to start. We'll meet you down. Sure, sir. Sure. അപ്പോൾ ഗൈസ് സാറ് വന്നു. Thank you very much for hosting me in your college. It was great interacting with all of you, and I wish you all the very best for your exams, especially the final years. You're going to have your exams, so all the very best for your exams. താങ്ക് യു. ഫൈനലി എല്ലാം ബാക്ക് ടു പൊസിഷൻ. അങ്ങനെ സാറ് പോയി ഗൈസ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടികൾ ക്ലാസ് സെറ്റാക്കണം. ജെയിംസിന് ടി വി ഒക്കെ പോകാൻ പറ.